ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നോക്കാനുള്ളത് അരിത്മെറ്റിക് സീക്വൻസിലെ അടുത്ത പാർട്ടാണ്. സംസ് ആൻഡ് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. തുകകളും പദങ്ങളും ഇതാണ് നമുക്ക് നോക്കാം. പേജ് നമ്പർ 25 25 കിടക്കുന്നതാണ്. ആദ്യം ഇതിൻ്റെ കുറച്ച് തിയറംസും തത്വങ്ങളും നമുക്ക് പഠിക്കാം. നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നെ എക്സസൈസിലോട്ട് കിടക്കാം. അപ്പം നോക്കിയാൽ ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ആദ്യത്തെ തിയറം നമുക്ക് തത്വമാണ് നോക്കാനുള്ളത്. എന്താ എഴുതിക്കുന്നത്? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഇഫ് ദ സംസ് ഓഫ് പൊസിഷൻ ഓഫ് ടു പെയർസ് ഓഫ് ടേംസ് ആർ ഈക്വൽ, then the sums of the pairs of the terms are also equal. അരിത്മെറ്റിക് സീക്വൻസിനകത്ത് കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ ടേംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും രണ്ട് ജോഡി പദങ്ങൾ അതിൻ്റെ പൊസിഷൻ്റെ സം ഈക്വൽ ആണെങ്കിൽ ആ ടേംസിൻ്റെ ആ പൊസിഷനിൽ കിടക്കുന്ന രണ്ട് ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. മീൻസ് ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് ദ സംസ് ഓഫ് പൊസിഷൻ ഓഫ് ടു ടേംസ്, ടു പെയർ ഓഫ് ടേംസ് ആണ്. പെയർ എന്ന് വെച്ചാൽ രണ്ട് ജോഡി പദങ്ങളുടെ പൊസിഷൻ കൂട്ടുമ്പോൾ അത് എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത് അത് കൂട്ടുമ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ പദങ്ങൾ കൂട്ടുമ്പോൾ ഇത് ഈക്വൽ ആയിരിക്കും. സം ഓഫ് പെയർസ് ഓഫ് ദ ടേംസ് ആർ ഓൾസോ ഈക്വൽ. നോക്കെ, x1 എക്സാമ്പിൾ നോക്കാം, x2 x3 ആൻഡ് x4 ഇത് 4 ടേമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 ടേമിനകത്ത് ഇത് 1 ആദ്യത്തെ പൊസിഷനിലാണ്. ഇതിൻ്റെ പൊസിഷൻ എത്രയാണ്? 1. ഇതിൻ്റെ പൊസിഷൻ എത്രയാണ്? ആദ്യത്തെ അവസാനത്തെ എടുക്കണം. 1 + 4. അപ്പോൾ 1 + 4 എത്രയാണ്? 5. അതേപോലെ 2 + 3. ഇനി അടുത്ത മുമ്പോട്ടുള്ള ഒരു ടേം ആണെങ്കിൽ അതിൻ്റെ ബാക്കിലോട്ടുള്ള ടേം എടുക്കണം. ആ രണ്ട് ജോഡി അങ്ങനെ പെയർ ഉണ്ടാക്കണം. ആ പെയർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഈക്വൽ ആണല്ലോ. വേണ്ടേ? 1 + 4 എത്ര? 5. ഇനി 2 + 3 എത്ര ആയിരിക്കും? അത് 5 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ പൊസിഷൻ കൂട്ടുമ്പോൾ എല്ലാം ഈക്വൽ ആണ് കിട്ടുന്നെങ്കിൽ അപ്പം ആ പെയർ ഓഫ് ടേംസിൻ്റെ സമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും x1 + x4 = x2 + x3. ഇങ്ങനെ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ x1 x2 പദങ്ങളാണ്, ടേംസുകളാണ്. അപ്പോൾ നമുക്കിത് തിയറം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എക്സാമ്പിൾ ഇട്ട് ഇങ്ങനെ പഠിച്ചേക്കുന്നത്. അപ്പോൾ x1 + x2 ഫസ്റ്റ് പൊസിഷനും 4ാമത്തെ പൊസിഷനും ഈക്വലാണ്. അതേപോലെ 2 + 3 അത് ഈക്വലാണ്. അപ്പോൾ ഇത് തമ്മിൽ പൊസിഷൻ്റെ സം ഈക്വൽ ആണെങ്കിൽ ആ ടേംസിൻ്റെ സമ്മും എന്തായിരിക്കും? തമ്മിൽ ഈക്വൽ ആയിരിക്കും. വേറെ ഒന്ന് നോക്കേ, x1 x2 x3 x4 x5 x6 x7 x8 x9 x10 വരെയാണ് ഇത് പോകുന്നത് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കേ, ഫസ്റ്റ് പൊസിഷൻ എത്ര? 1 + 9 വരെ എടുത്തോ. 1 + 9 എടുക്കാം നമുക്ക്. നോക്കേ, അല്ലെങ്കിൽ ആദ്യം ഈവൻ നമ്പർ പഠിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഡ് നമ്പർ പഠിക്കാം. അപ്പോൾ 1 + 10 പൊസിഷൻ നമ്പർ എത്ര? 1 + 10 = 11. അതേപോലെ അടുത്ത നോക്കിയത് x2 എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ എടുക്കണം. അപ്പോൾ എത്ര? രണ്ടാമത്തെ പൊസിഷനും 9ാമത്തെ പൊസിഷൻ എത്ര ആയിരിക്കും? 11 ആയിരിക്കും. അതേപോലെ തന്നെ 8ാമത്തെ പൊസിഷൻ എത്ര ആയിരിക്കും? 3 ആണ്. 8 = 9 11. അതേപോലെ തന്നെ 5ാമത്തെ 7ാമത്തെ 4 + 7 = 11. 4 + 7 എല്ലാം 11. 4 + 7 ഇനി സെൻട്രലിൽ 2 ടേംസ് ഉണ്ട്. അപ്പോൾ പൊസിഷൻ 5 + 6 11. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ പൊസിഷൻ്റെ സം പെയർ ഓഫ് 2 പൊസിഷൻ്റെ സം എന്തായാലും എല്ലാം ഈക്വലാണ്. അപ്പോൾ അതേ പൊസിഷനിൽ കിടക്കുന്ന ടേംസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജോഡിയായിട്ട് x1 ഉം x10 കൂടെ കൂട്ടുമ്പോൾ എല്ലാം ഒരേ ആൻസറാണ് കിട്ടുന്നത്. x1 + x10 = x2 + x9. x2 + x9 = x3 + x8 = x4 + x7 ആൻഡ് ഇടയ്ക്കിലത്തെ 5 6. എല്ലാ ടേംസും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതിൻ്റെ പൊസിഷൻ എന്താണ്? ഇവിടുത്തെ കൂട്ടി നോക്കിയാലും മതി. 10 + 1 11, 9 + 2 11, 8 + 3 11. അത് കൂട്ടുമ്പോൾ അതിൻ്റെ ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും? തമ്മിലെല്ലാം ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ തിയറം പറയുന്നത്. ഇനി ഇതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഓഫ് ടേം വരാം, ഓഡ് നമ്പർ ഓഫ് ടേംസ് വരാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈവൻ നമ്പർ ഓഫ് ടേം നോക്കേ,
സപ്പോസ് നമ്മൾ കൊടുത്തിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിനകത്ത് ഈവൻ നമ്പേഴ്സ് ഓഫ് ടേംസ് ആണ്, 2, 4, 8 അങ്ങനെയുള്ള ടേംസ്, അത്രയും നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെന്ന് വിചാരിച്ചു. x1, x2, x4, x5 ആൻഡ് x6. ഇത് എത്രയാ ഇതുള്ളത്? ഈവൻ നമ്പർ ഓഫ് ടേംസ്, ഈവൻ നമ്പർ, ഈവൻ ആണേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ പെയറിൻ്റെ പൊസിഷനിൽ കിടക്കുന്ന ടേംസിൻ്റെ സമയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, x1 പ്ലസ് x6 ഇസിക്വൽ ടു x2 പ്ലസ് x5 ഇസിക്വൽ ടു x3 പ്ലസ് x4. ചെക്ക് ചെയ്ത് നോക്കിയേ. 6 + 1 7 7 7. അപ്പോൾ ആ ടേംസ് എല്ലാം തമ്മിൽ ഈക്വൽ ആയിരിക്കും. രണ്ടും കൂടെ കൂടുമ്പോൾ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ, ഒരു പെയർ ഓഫ് ടേംസ് നമ്മളെടുത്ത് കൂട്ടുമ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മൾ എക്സസൈസിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഈസി ആയിട്ട് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇത് ഫോർമുലയായിട്ട് പറഞ്ഞു തരുവാണ്. ഇത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുന്നത്. അടുത്ത നോക്കി, ഓഡ് നമ്പർ ആണെങ്കിലോ x5 x6 ആൻഡ് x7. അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യത്തെ അവസാനത്തെ സം x പ്ലസ് x7 ഇസിക്വൽ ടു x2 പ്ലസ് x6 ഇസിക്വൽ ടു x3 പ്ലസ് x5. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. പക്ഷേ ലാസ്റ്റ് നമുക്ക് അതിനകത്ത് പെയറില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പെയറില്ലെങ്കിൽ ഇതാണ്. ഇതെല്ലാം പെയർ കറക്റ്റാണ്. നോക്കിയ പൊസിഷൻ 7 + 8 18 6 2 8 5 3 8 എല്ലാം കറക്റ്റായിട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇടയ്ക്ക് സെൻട്രലിൽ കിടക്കുന്ന ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഡബിൾ ആക്കി എടുക്കും. അപ്പോൾ 2 × x4. അപ്പോൾ നോക്കിയേ, 2 × 4 8 ആയില്ലേ? മീൻസ് എല്ലാത്തിൻ്റെ പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ സിംഗിൾ ടേം സെൻട്രലിൽ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ആക്കി എഴുതണം. ബാക്കി ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഓഡ് നമ്പർ ഓഫ് ടേംസ് നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം കേട്ടോ. കുറച്ച് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അത് മനസ്സിലായിക്കോളും. ഇനി സംസ് ആൻഡ് ടേംസ് നമുക്ക് ഫോർമുലയായിട്ട് എഴുതാം. ഓഡ് നമ്പർ ഓഫ് സം കൊടുത്തിട്ടുണ്ട്. ഓഡ് നമ്പർ ഓഫ് ടേംസിന് സമ്മും ഈവൻ നമ്പർ ഓഫ് ടേംസിന് സമ്മും ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യത്തെ നോക്കേ, x1 x2 x3 x4 ഇങ്ങനെ നമ്പർ ഓഫ് ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് ടേംസാ? നമുക്ക് ഈവൻ നമ്പർ ഓഫ് ടേംസ് നമുക്ക് എടുക്കാം. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഈവൻ നമ്പർ ആണ് ടേംസിൻ്റെ എണ്ണം ആണെങ്കിൽ നമ്മൾ സമ്മിൻ്റെ ഫോർമുല എങ്ങനെയായിട്ട് എഴുതും? സം ഓഫ് ദ ടേംസ് ഇസിക്വൽ ടു, നമ്മളൊരു ഫോർമുല ആയിട്ട് പഠിച്ചാൽ മതി. ഫോർമുല ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തോ പെട്ടെന്ന് അത് ഓർമ്മയിലിരിക്കും. അപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് സീക്വൻസിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? ഫോർമുല സം ഓഫ് ദ ടേംസ് ഇസിക്വൽ ടു n/2 ഇൻറ്റു സം ഓഫ് വൺ പെയർ. സം ഓഫ് വൺ പെയർ. ഇതാണ് സമ്മിൻ്റെ ഫോർമുല. എന്നുവെച്ചാൽ ഒരു ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സം ഓഫ് ദ ടേംസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതും? n/2 ഇൻറ്റു സം ഓഫ് ദ വൺ പെയർ. വൺ പെയറിനകത്ത് എന്തോ വരാം? x1 പ്ലസ് x10 വരാം. ആദ്യത്തെ അവസാനത്തിൻ്റെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള പെയർ. അല്ലെങ്കിൽ x2 പ്ലസ് x9 വരാം. അതാ സീക്വൻസ് നോക്കി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ n എന്തുവാ? n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ്. ഇതാണ് ഫോർമുല. ഈവൻ നമ്പർ ഓഫ് ടേംസ് വന്നാൽ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഏതാ? ഇത് കാണുന്ന പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. രണ്ടാമത്, ഇതിപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ? ഓക്കെ, x1 x2 x3 ഇങ്ങനെ പോയി ഓഡ് നമ്പർ വരെയാണ് പോണത്. എന്നുവെച്ചാൽ ചിലപ്പോൾ 3 ടേംസ് കാണാം, 5 ടേംസ് കാണാം, 7 കാണാം, 11 അങ്ങനെ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ നമ്മൾ എന്തെഴുതും? സം ഓഫ് ദ ടേംസ് ഇസ് ഈക്വൽ ടു തുക. ഇത് ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിന് നമുക്ക് ഈ ഫോർമുല എഴുതാം. ഒറ്റ സംഖ്യകളാണ് വരുന്നതെങ്കിൽ, പദങ്ങൾ ഒറ്റ സംഖ്യയിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക നമുക്ക് എങ്ങനെ എഴുതാം? ആ പദങ്ങളുടെ തുക എങ്ങനെ എഴുതാം? സം ഓഫ് ദ ടേംസ്, പദങ്ങളുടെ തുക സമം n ഇൻറ്റു മിഡിൽ ടേം. n ഇൻറ്റു മിഡിൽ ടേം. അപ്പം നമുക്ക്
നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഓർഡിൽ കിടക്കുകയാണെങ്കിൽ അതിനകത്ത് ഇടയ്ക്ക് ഒരു മിഡിൽ ടേം വരുമല്ലോ, ഒരെണ്ണമായിട്ട് ഒരു പദം വരുമല്ലോ ഇടയ്ക്ക്. എന്നുവെച്ചാൽ ഒറ്റസംഖ്യയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മിഡിൽ ടേം കിട്ടും. ഏറ്റവും ഇടയ്ക്ക് വരുന്നൊരു ടേം, അതിനെ n വെച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സം കിട്ടും. ആ ടേംസിൻ്റെ എല്ലാത്തിനും നമുക്ക് സം കിട്ടും. അപ്പോൾ ഇവിടെ n എന്തുവാണ്? നമ്പർ ഓഫ് ടേം. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് പഠിച്ചു ചെയ്യാനുള്ളത്. ഫോർമുല സം. ഇത് ഈവൻ നമ്പേഴ്സ് ഓഫ് ടേംസ് വരികയാണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ഫോർമുല n/2 ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഇരട്ട സംഖ്യയാണ് പദങ്ങളുടെ എണ്ണം കിടക്കുന്നതെങ്കിൽ അതിൻ്റെ പദങ്ങളുടെ തുകയുടെ ഫോർമുല, പദങ്ങളുടെ തുക സമം n/2 ഇൻറ്റു ഒരു ജോഡി പദങ്ങളുടെ തുക. ഒരു ജോഡി, ഒരു പേരാണ്. അതേപോലെ ഓഡ് നമ്പർ ഓഫ് ടേംസ് കിടക്കുകയാണെങ്കിലോ ഒരു സീക്വൻസിനകത്ത് പദങ്ങളുടെ എണ്ണം, ടേംസിൻ്റെ എണ്ണം ഓഡ് നമ്പറാണ്, 3, 5, 7 അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? തുക എങ്ങനെ കണ്ടുപിടിക്കും? n ഇൻറ്റു മിഡിൽ ടേം. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേം, എത്ര പദങ്ങൾ അതിനകത്തുണ്ട്, അതാണ് ഇവിടെ എല്ലാം നമ്മൾ n ആയിട്ട് എടുക്കുന്നത്. ഇതാണ് രണ്ട് ഫോർമുല ആയിട്ട് നമ്മൾ എഴുതിയെടുത്തു.